മറ്റേ എന്താ പറയുക ഫുൾ ബ്ലാങ്ക് ആയ പോലത്തെ ഒരു അവസ്ഥ. ഇപ്പോൾ ഇത്രയും കാലം ഇവിടെയും ആറേശ്വര ക്ഷേത്രത്തിൽ ശരിക്കും ഇനിയിപ്പോൾ ശബരിമലയിലേക്ക് പോകുന്നു. ഇപ്പോൾ നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ഈ ഒരു സന്തോഷം എങ്ങനെ പങ്കുവയ്ക്കുന്നത്? ഒച്ചേക്കല ദയവായിട്ട് ഒച്ചേക്കല. ഞാൻ പ്രത്യേകിച്ച് വാക്കുകളില്ല. അതായത് ഇതിപ്പോൾ ഒരു സന്തോഷം കിട്ടാൻ എനിക്ക് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഒരു തവണ കൊടുത്തിരുന്നു, മൂന്നാമത്തെ തവണയാണ് ഇപ്പോൾ. ആദ്യത്തെ തവണ നറുക്കെടുപ്പിലുണ്ടായിരുന്നു, നറുക്കെടുപ്പിൽ കിട്ടിയില്ല. രണ്ടാമത്തെ തവണ നറുക്കെടുപ്പിലെടുത്തു, മേൽശാന്തി എന്നുള്ളതുണ്ടായില്ല. ഇപ്പോഴാണ് അങ്ങനെ ഒരു ബാല്യകാലം തൊട്ട് എങ്ങനെയായിരുന്നു ഇതിലേക്കുള്ള ഒരു എൻട്രി? ഞാൻ 20ാമത്തെ വയസ്സിൽ ദേവസ്വം ബോർഡ് ശാന്തിക്കുകയാണ്. ഞാൻ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്, ITI മെക്കാനിക് കഴിഞ്ഞാണ്. സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായില്ല. അപ്പോഴേക്കും ശാന്തി എന്നുള്ള രീതിയിൽ ഉഴപ്പി. വരുമാനം കിട്ടുമ്പോൾ പൊതുവെ പഠിക്കാൻ നമ്പൂരിമാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഒന്ന് ഉഴപ്പി, പരീക്ഷ പാസ്സായില്ല. പിന്നെ ശാന്തി ഒരു പ്രൊഫഷണലായിട്ട് ശാന്തി തന്നെയാണ്, പൂജയുണ്ട്. കുടുംബ പശ്ചാത്തലമൊക്കെ എങ്ങനെയാണ്? അച്ഛൻ സർക്കാർ ജോലിക്കാരൻ, അമ്മയും ഗവൺമെൻറ് ജോലിയായിരുന്നു. ഞാൻ മാത്രമേ ശാന്തിക്ക് വന്നിട്ടുള്ളൂ.